അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീക്ക്ലി അനാലിസിസ് ആണ്. എന്തുകൊണ്ട് ഡെയിലി അനാലിസിസ് ഇല്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളിന്ന് ഗ്രൂപ്പിൽ സിഗ്നലുകളൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ന്യൂസിന്റെ കാര്യങ്ങൾ പറഞ്ഞത് മറ്റൊന്ന് നമ്മൾ സംസാരിക്കും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം എന്താണ് ന്യൂസിൽ സംസാരിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീക്ക്ലി അനാലിസിസിലേക്ക് കടക്കാം. ഗ്രൂപ്പിൽ ചോദിച്ച കാര്യങ്ങളും ന്യൂസിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കുറിച്ചിട്ടൊന്ന് അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ടായിരുന്നു 6 മണിക്കായിരുന്നു. നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ സംസാരിച്ച പോലെ 6 മണിക്കായിരുന്നു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ടായിരുന്നത്. കാഡിലും USD-യിലാണ് ഉണ്ടായിരുന്നത്. കാഡിനെ തൽക്കാലം ഞാൻ മാറ്റി നിർത്താണ്. കാഡ് അത്രത്തോളം ഗോൾഡിനെ എഫക്ട് ചെയ്യാത്തതുകൊണ്ട് കാഡിനെ ഞാൻ മാറ്റി നിർത്താണ്. പിന്നുള്ളത് ആവറേജ് അവർലി ഏണിംഗ് മന്ത്ലി ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഇവർ റാൻഡം സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്ന സമയത്ത് അവരുടെ ഏണിംഗ് എങ്ങനെയാണെന്നുള്ളതിന്റെ ന്യൂസാണ് അത് വരുന്നത്. ഏണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏണിംഗ് കൂടുമ്പോൾ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും, കൂടും അല്ലെ. പ്രീവിയസ്ലി അത് എത്രയായിരുന്നു, 0.4 ആയിരുന്നു. ഫോർകാസ്റ്റ് എത്രയായിരുന്നു, 0.3 ആണ്. എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിനേക്കാളും കുറവാണ് ഫോർകാസ്റ്റ് വന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ആക്ച്വലി എന്തായിരിക്കണം, 0.4 അതിന്റെ മുകളിലോ ആയിരിക്കണം. എങ്ങനെയാവണമെങ്കിൽ USD സ്ട്രോങ് ആവണമെങ്കിൽ 4 അതിന്റെ മുകളിലോ ആയിരിക്കണം. 0.4 ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് എന്ന് പറയുന്നതും എന്താണ്, ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ പറ്റിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് എത്രയാണ്, 218 ആണ്. ഫോർകാസ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്, 191. മിക്ക ആളുകൾ എന്താ വിചാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോർകാസ്റ്റിന്റെ കാര്യം ഞാൻ എന്നും പറയുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും, 192 കിട്ടിയാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, അപ്പായിരിക്കും എന്നുള്ളൊരു കൺസിഡറബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ അവർ കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ഇൻഫർമേഷൻ അവർക്ക് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരു ചെറിയ ഫിഗർ വന്നാൽ പോലും അതൊരു ബൈ ആംഗിളിലേക്ക് പോകാന്നുള്ള ചിന്തകൾ. പക്ഷെ പ്രീവിയസ്ലി നോക്കുന്ന സമയത്ത് എന്താണ്, നല്ല ബിഗ് ഡിഫറൻസ് ഉണ്ട്. ഞാനിതൊന്ന് നമ്മുടെ ഡെയിലി അനാലിസിസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ഡിഫറൻസ് ആണ് പ്രീവിയസ്ലി ആയിട്ട്. അപ്പോ മാർക്കറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. മൂന്നാം ദിവസം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, തൊഴിലില്ലായ്മയാണ് അത്. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി 4% ആയിരുന്നു. ഫോർകാസ്റ്റ് എന്താണ്, 4%. വന്നിരിക്കുന്നത് ആക്ച്വലി വന്നിരിക്കുന്നത് 4.1 ആണ്. അപ്പൊ ടോട്ടലി നോക്കുന്ന സമയത്ത് എന്താണ്, US ഗോൾഡ് വളരെ വീക്കാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പാദ്യം അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വരുമാനമാണ് അല്ലെ. നോൺ ഫാമിംഗ് എംപ്ലോയ്മെന്റ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആക്ച്വൽ ഇതിൽ പോയിട്ട് വായിച്ചു നോക്കുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, വലിയൊരു ഡീറ്റെയിൽ വലിയൊരു ഫിഗർ ചേഞ്ച് വരുന്നുണ്ട്. ലാസ്റ്റ് വരുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. ഇതെല്ലാം ഡയറക്ട്ലി എന്താണ്, രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ വരുന്ന ഫിഗർ ചേഞ്ച് ഡെഫിനറ്റ്ലി നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. ഇന്ന് പലരും, എനിക്കറിയാം പലർക്കും ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവർ ചാടിക്കയറി എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവിടെ കോൾ ചെയ്ത പോലെയല്ല, എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നും പറയുന്ന പോലെ സത്യസന്ധമായിട്ട് പോൾ ചെയ്യാം. എനിവേ ഇന്ന് ഞാൻ കണ്ണടയ്ക്കുന്നുണ്ട്, കാരണം എനിക്കറിയാം പലരും അതിൽ പുതിയ ആളുകൾ ഉണ്ടെന്നുള്ളത്. ഇനി ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണടക്കില്ല, ഉള്ളത് പോലെ തന്നെ പറയാം. ഇത് ആക്ച്വലി ഇത് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്ത ഒരാൾ ഷെല്ലി മാത്രമാണ്. ഷെല്ലിക്ക് സ്പെഷ്യൽ അപ്രീസിയേഷൻ. ഷെല്ലി റീഡ് ചെയ്തു അതിന് റീസൺ എന്താന്നുള്ള പോയിന്റ് വൈസ് ബുള്ളറ്റ് ചെയ്തിട്ട് ഇട്ടിരുന്നു അവിടെ. അപ്പൊ സ്പെഷ്യൽ അപ്രീസിയേഷൻ ഷെല്ലിക്ക് ഉണ്ട്. ഷെല്ലി ചെയ്ത് വലിയ നല്ലൊരു കാര്യമാണ്. ഷെല്ലി ഒരു വളരെ പഴയ ആളാണ് നമ്മുടെ ഗ്രൂപ്പിൽ. അത് ഞാൻ നിങ്ങൾ സംസാരിക്കാത്ത, അതേ അത്ര ആക്റ്റീവ് അല്ലാത്ത ആളാണ്. പുതിയ ആളുകൾക്ക് ചിലപ്പോൾ അത്രയും പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. ഇതാണ് നമ്മുടെ ന്യൂസ് അനാലിസിസ് അല്ലെങ്കിൽ ന്യൂസ് അനാലിസിസിൽ സംഭവിച്ച കാര്യങ്ങളും പ്രീ മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഇന്ന് ലൈവിൽ സംഭവിച്ച കാര്യങ്ങളും ഇപ്പൊ അതിന്റെ അനാലിസിസും അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതും പറഞ്ഞു തരണം. മനസ്സിലായെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ടില്ല, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. നെക്സ്റ്റ് വീക്ക്ലി അനാലിസിസിൽ നമ്മൾ കിടക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ആഴ്ചയിൽ നമ്മുടെ ടാർഗറ്റ് 3 കാര്യങ്ങളായിരുന്നു. എന്തായിരുന്നു ആദ്യത്തെ കാര്യം? ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞിരുന്ന പ്രോഫിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് 2.5 അതെനിക്ക് ഓർമ്മയില്ല സാർ, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര. എന്തായിരുന്നു ആദ്യത്തെ കാര്യം? നമ്മുടെ ട്രേഡ് റൂട്ട് സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ സൈലന്റ് ആയിരുന്നു ഈ ആഴ്ച ഫുള്ളായിട്ട് ചെയ്തിരുന്നു. അതെ, ചെയ്തിട്ട് എന്ത് തോന്നി? മൊത്തത്തിൽ എന്ത് തോന്നി? മൊത്തത്തില് 2 ദിവസം എനിക്ക് ലാഭം ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫ്ലക്ച്വേഷൻ കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ കണ്ടമാനം ദിവസം ഈ മീറ്റിംഗിന്റെ ഇതുണ്ടായിരുന്നു. ചെറിയ ലോട്ടായ കാരണം പിന്നെ അധികം വലിയതൊന്നും എടുത്തില്ല. അപ്പൊ 2-3 ദിവസം എനിക്ക് 2-3 ഇതായിട്ട് മൊത്തം $12 അങ്ങോട്ട് ഇപ്പൊ ലോസില്ല നിൽക്കണം. $12 ലോസിൽ കിട്ടിയത്. അപ്പൊ അങ്ങനെ നോക്കണെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി സക്സസ്ഫുൾ അല്ലാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മള് ഇപ്പൊ ഞാനെന്ന് വെച്ചാലേ
നമ്മള് ഇപ്പൊ എടുത്തത് ലോസ് ആയിരിക്കും, അപ്പുറത്ത് ഞാൻ എടുത്തിട്ടുണ്ടാവും, അത് എടുക്കില്ല, അത് സക്സസ് ആവും. അപ്പൊ നമ്മൾ എടുക്കുന്നതൊക്കെ മിസ്സിങ്ങും ബാക്കിയുള്ളതൊക്കെ കേറും. പിന്നെ വേണ്ടാന്ന് വെക്കുന്ന ദിവസമൊക്കെ ഞാൻ ഇടയിൽ വരയ്ക്കുന്നുണ്ട്, അതൊക്കെ ടി.പി അടിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഇതില് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അജയോഷിന് അറിയാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് അറിയാം, നിങ്ങൾക്ക് കാണുന്ന വിസിബിൾ ആയ എല്ലാ എൻട്രീസും എടുത്താൽ മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. ആദ്യത്തെ ദിവസം കണ്ടില്ലേ, കാരണം വെച്ചാൽ വിസിബിൾ ആയ ഏകദേശം 9 ട്രേഡ് എടുത്തതിൽ 6 സക്സസും 4 ഫെയിലർ ആയിട്ടും പ്രോഫിറ്റ് ആയിരുന്നു, അല്ലെ അജയോഷ്? അതെ. അപ്പോ അങ്ങനെ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ എടുക്കണം തുടക്കക്കാര്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ട്രേഡ് അവോയ്ഡ് ചെയ്യണം, എവിടുന്നൊക്കെ ട്രേഡ് എടുക്കണം എന്നുള്ളത്. തുടക്കത്തിൽ നിങ്ങൾ അത് ചെയ്തേ മതിയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുന്ന ട്രേഡ്, ഞാനിത് തുടക്കം മുതൽ പറയുന്നതാണ്, ഒഴിവാക്കുന്ന ട്രേഡ് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എന്തായിരിക്കും ചിലപ്പോൾ സക്സസ് ആവും. കാരണം ഇതെല്ലാം ഈ സ്ട്രാറ്റജി തന്നെ ഫോക്കസ് ചെയ്യുന്നത് എന്തിലേക്കാണ്? സ്കാൽപ്പിംഗിലേക്കാണ്, അല്ലെ? സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്തായിരിക്കും? സ്കാൽപ്പിംഗിന്റെ പ്രത്യേകത അറിയാലോ, ചെറിയ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ചെയ്യുക, അത് മാത്രമല്ല ചെറിയ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ട്രേഡ് ചിലപ്പോൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രേഡ് എന്തായിരിക്കും? ചിലപ്പോൾ ഫെയിലർ ആയിരിക്കും. പിന്നത്തെ ട്രേഡ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒഴിവാക്കും. ആ ഒഴിവാക്കുന്ന ട്രേഡിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവുക? നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നത്തെ ട്രേഡ് വീണ്ടും കയറി എടുക്കും, അപ്പോഴും ലോസ് വരും. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കും. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയ 4 ട്രേഡിൽ ഒരു ട്രേഡ് ഒഴിവാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഓവറോൾ ലോസ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഇവണിലേക്ക് എത്തി. അങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനിത് മുന്നേ മുതലേ പറഞ്ഞിട്ടുണ്ട്, എടുക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള എല്ലാ ട്രേഡും നിങ്ങൾ എടുക്കണം. വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കണ്ട, ചെറിയ ക്വാണ്ടിറ്റിയിലേക്ക് എടുത്താൽ മതി. ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും എങ്ങനെയാണ് ഈ ട്രേഡ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്, അല്ലെങ്കിൽ വിസിബിൾ ആവുന്നതും, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സക്സസ് ആവുന്നത്. ഓക്കെ, മനസ്സിലായോ അജീഷ്? മനസ്സിലായോ? ഓ, സെയിം ഡിഫക്ട് ഞാൻ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ധൃതി കൂട്ടിയിട്ട് അതും അതെ. ഓക്കെ, അല്ല അത് ശരിയാവും. നമ്മുടെ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് അത് ശരിയാവും കേട്ടോ. അത് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് അത് വരും. ധൃതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് വരും കേട്ടോ. വേറെ ആരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ട്രേഡിംഗ്? നമ്മുടെ ട്രേഡ് റൂട്ട് സ്ട്രാറ്റജിയിൽ സിക്കോൺ ചെയ്ത ആളുകൾ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും, എന്നിട്ട് ഞാൻ സംസാരിക്കാം. ഹാൻഡ് റൈസ് ചെയ്യും. ഓക്കെ, അനീഷ് കെട്ടി. ഓക്കെ, സിനാൻ തുടങ്ങാം. സിനാൻ പറയും എങ്ങനെയായിരുന്നു മൊത്തത്തിൽ റിസൾട്ട്? ഞാൻ ഓവറോൾ പ്രോഫിറ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച ലോസ് റിക്കവർ ചെയ്തു. ഈ ആഴ്ച പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആണ്. നമ്മുടെ ട്രേഡ് റൂട്ട് സ്ട്രാറ്റജിയിൽ മാത്രമാണോ സിക്കോൺ ചെയ്തത്? അതെ, ഞാൻ തന്നെ എടുക്കാറുള്ളൂ. എത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ട് ഇപ്പൊ ഓവറോൾ? ശതമാനം പറഞ്ഞാൽ മതി. ഞാൻ നോക്കുമ്പോൾ ഞാൻ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി നോക്കുമ്പോൾ ഫുൾ എനിക്ക് സക്സസ് കിട്ടിയാണ്. അല്ലാതെ എടുത്തില്ല എനിക്ക് ലോസ് വന്നത്. 100% കിട്ടിയില്ല. ഓ, ഭയങ്കര. എത്ര ട്രേഡ് എടുത്തിട്ടോ? എനിക്ക് കറക്റ്റ് നോക്കിയാ അടുത്തത്. എത്ര ട്രേഡ് കിട്ടിയിട്ടുണ്ട്? അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. നോക്കണ്ടിരോ? നോക്കിയിട്ട് ലാസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പൊ അടുത്ത ആൾക്ക് പോവാം. എന്തായാലും 100% എന്ന് പറഞ്ഞ രീതിയിൽ അറിയണല്ലോ. അടുത്ത ആൾക്ക് പോവാം കേട്ടോ. അടുത്ത ആൾ ലിജിയും പറയും എത്ര ട്രേഡ് എടുത്തിട്ടുണ്ടായി? 6 പ്രോഫിറ്റ്. അപ്പൊ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? എത്ര പെർസെന്റേജ് ഉണ്ടാവും? പെർസെന്റേജ് ഉണ്ടാവില്ല. എത്ര പെർസെന്റേജ്? ഓവറോൾ ക്യാപിറ്റലിന്റെ പെർസെന്റേജ് കേട്ടോ. 2%. ഓക്കെ, കുഴപ്പമില്ല. 2.5% അല്ല നമ്മുടെ ടാർഗറ്റ് വെച്ചിരുന്നത്. 2% ഉണ്ട്. നമ്മുടെ സ്ട്രാറ്റജി ഇതിൽ തന്നെയല്ലേ? പുറത്ത് എടുത്തില്ല. അപ്പൊ 2% ഉണ്ട്. അപ്പോ മൊത്തം 9 ട്രേഡില് 6 പ്രോഫിറ്റ് അല്ലേ? അപ്പൊ അതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയാം. വലിയ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ അകത്താണോ എന്ന് എനിക്കറിയില്ല. വലിയ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടോ? കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ 6 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 9 എടുത്തിൽ 6 എന്ന് പറയുമ്പോൾ ഏകദേശം 70% ആയി. അപ്പൊ 70% സക്സസ് റേറ്റ് നോക്കുമ്പോൾ എന്തായാലും 2% ആയിരിക്കില്ല. അതിന്റെ മുകളിൽ എന്തായാലും ഉണ്ടായിരിക്കാം. ഒരു 3 to 5% അടുത്തുണ്ടായിരിക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഋഷികേഷ് എത്ര എടുത്തു? ഋഷികേഷ് ആക്ച്വലി സ്ട്രാറ്റജി അറിയോ? അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം ഋഷികേഷ് ടോട്ടലി ന്യൂ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സ്ട്രാറ്റജി അറിയോ? അത് വെറുതെ ട്രേഡ് എടുക്കുന്നതാണോ? അല്ല സാർ, ഞാൻ സ്ട്രാറ്റജിയുടെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രേഡ് തുടങ്ങി. അതിന് ഋഷികേഷ് ഉണ്ടായിരുന്നോ അന്ന് സ്ട്രാറ്റജി സംസാരിക്കുന്നതെന്ന്? ഞാൻ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ 2 ട്രേഡാണ് സാർ ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ടും ടാർഗറ്റ് ആണ്. ടോട്ടൽ $10 പ്രോഫിറ്റ്, 10% പ്രോഫിറ്റ്. 10%. വെരി ഗുഡ്. അപ്പൊ ഇനിയിപ്പോ 10% കൂടി മതിയല്ലോ മന്ത്ലി എന്നുള്ളത് അല്ലേ? അതില് ആക്ച്വലി ഫസ്റ്റ് ട്രേഡിലെ എന്റെ സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതായിരുന്നു. ഞാൻ 1:2 റിവാർഡ് വെച്ചിട്ട് 1:1 എക്സിറ്റ് ആയിട്ട് ഇറങ്ങേണ്ട വന്നു. എൻട്രി ചെയ്തിട്ട് ലൈക്ക് പുലർച്ചെ ഒന്ന് എണീറ്റ് നോക്കുമ്പോഴും 1:1 തന്നെ കളിച്ചോണ്ടിരിക്കുക.
അപ്പൊ ഞാൻ പിന്നെ 1:1 തന്നെ എക്സിറ്റ് ആയിട്ട് വന്നു. പിന്നെ അടുത്ത ട്രേഡ് എടുത്തത് ഇന്ന് മോർണിംഗ് ആയിരുന്നു. ഓക്കെ. ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ ഋഷീഷ്? അതെ സാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടുണ്ടായിരുന്നു. അപ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ വൈഡ് ആയിട്ട് വെക്കുന്ന സമയത്ത് ഞാൻ റിസർവാർഡിന്റെ മണി മാനേജ്മെന്റ് ക്ലാസ്സിലൊക്കെ പറയാം. വൈഡ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റി കട്ട് ചെയ്യണം. ഒരു ഷാർപ്പ് കട്ടിങ് വേണം അതിൽ, സഡൻലി തന്നെ ഷാർപ്പ് കട്ടിങ് വേണം. അപ്പോൾ Okay. 0.01 ആണെങ്കിൽ എടുക്കാതിരിക്കുക, അത്രയും വലിയ വൈഡ് ആയിട്ട് എടുക്കാതിരിക്കുക. യൂഷ്വലി 0.01 ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ വൈഡ് സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കുക. മനസ്സിലായോ? ഓക്കെ സാർ. ഓക്കെ. 0.02 0.03 എടുക്കുന്ന ആളാണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി ഡെഫിനറ്റ്ലി കട്ട് ചെയ്യണം. അത് ശരിക്ക് കട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി ഒന്നും കട്ട് ചെയ്താൽ പോരാ, നല്ല രീതിയിൽ ക്വാണ്ടിറ്റി കട്ട് ചെയ്യണം. നമ്മൾ റിസ്ക് മാനേജ് ചെയ്യണം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. അപ്പോൾ 10% ഉണ്ട് പ്രോഫിറ്റ്, ഐ മീൻ ക്യാപിറ്റലിൽ 10% ഉണ്ട്. 2 ട്രേഡ് എടുത്തിട്ടുള്ളൂ. വെരി ഗുഡ്. അപ്പൊ ഇനിയിപ്പോ 3 ആഴ്ച ഇനിയും എടുക്കുകയാണ്. അപ്പൊ നോക്കി കണ്ടു എടുക്കുക, ഫോക്കസ് ചെയ്യാം. ഓക്കെ. ഹരികൃഷ്ണൻ പറഞ്ഞോളൂ. സാർ ഓക്കെ ആണ് സാർ. 5 ട്രേഡ് എടുത്തു, നേരത്തെ 4 ടാർഗറ്റ് അടിച്ചു. ഇന്ന് ഒരെണ്ണം എടുത്ത് അത് സ്റ്റോപ്പ്, അത് തിരിച്ച് ഹൈ വരെ എത്തിയിട്ട് നേരെ തിരിച്ചു ഓപ്പോസിറ്റ് പോയി. അവിടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ പറ്റി, എന്റെ ഭാഗത്തുനിന്ന് പറ്റി. ഓക്കെയാണ്, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സ്ട്രാറ്റജി കിട്ടുന്നുണ്ടോ ഹരികൃഷ്ണന്? ഞാൻ ഹരികൃഷ്ണനും ഇപ്പൊ പുതിയ ആളല്ലേ, ന്യൂ അല്ലേ, ഇപ്പൊ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്തല്ലേ? അതിന് മുന്നുള്ള ആളല്ല, പുതിയ ബാച്ചിലാണ്. ഇപ്പൊ എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം അനാലിസിസിൽ ഇരുന്നിട്ട് കിട്ടുന്നതാണോ, അല്ലാതെ ഞാൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ജസ്റ്റ് സാർ പറയണേ കേട്ട് ചെയ്തതാ. ചെയ്യുന്നതാണ്. അതെ, ഓക്കെ ഓക്കെ. അപ്പൊ ഞാനതാണ് ചോദിക്കുന്നത്, വീണ്ടും ചോദിക്കുന്നതാണ്. ഓക്കെ. ഇപ്പൊ എത്ര ശതമാനം ഉണ്ട് പ്രോഫിറ്റ് ക്യാപിറ്റലില്? പ്രോഫിറ്റ് ഒരു 15% ഉണ്ട് സാർ. 15. എടുക്കുന്ന ലോട്ട് കൂടുതലാണോ? 1 കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ 0.02 പോലും എന്താണ്, ആക്ച്വലി 0.02 പോലും $100 ആണ് നിങ്ങളെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് വളരെ കൂടുതലാണ്. $100 ആണെങ്കിൽ കേട്ടോ. എക്സ്പെഷ്യലി ഇൻ ഗോൾഡ് കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നിങ്ങൾ ക്യാപിറ്റൽ ഡബിൾ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും. അതാണ് സംഭവം. ഓക്കെ. അടുത്തത് സിനി പറഞ്ഞോളൂ. സിനി ആക്ച്വലി സാർ എനിക്കൊരു 10% കൂടുതൽ കിട്ടി. ഞാൻ 3 ദിവസത്തെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സുഖമില്ലാത്തോണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എത്ര ട്രേഡ് എടുത്തിട്ടുണ്ടായി? ഞാന് പിന്നെ 0.01 വെച്ചിട്ട് എടുക്കല്. അതിലൊരു 10 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 4 നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു, ബാക്കി 6 നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പൊ ക്യാപിറ്റലിന് 10% കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ സൂക്ഷിച്ചും കണ്ട് ട്രേഡ് ചെയ്യാം. പണ്ട് പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കൂട്ടരുത്, പിന്നെ വാഷ് ഔട്ട് ആവരുത് കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ ഷെല്ലി ഉണ്ട്. ഷെല്ലി പറഞ്ഞോ. ഷെല്ലി കുറെ കാലം സംസാരിച്ച ഷെല്ലിയുടെ വോയിസ് ഒന്ന് കേൾക്കാൻ കുറെ നാളായില്ലേ അപ്ലൈ വന്നിട്ട്? കുറെ നാളായി. ഇപ്പൊ മുമ്പത്തെ മാതിരി ഓഫീസിൽ ടൈം കിട്ടില്ല. പറഞ്ഞോളൂ. ട്രേഡ് എടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കോളിൽ വരാറില്ല അങ്ങനെ. അതെ, ഓക്കെ, കുഴപ്പമില്ല. പറഞ്ഞോളൂ. എത്ര എണ്ണം എടുത്തിട്ടുണ്ടായി ഈ വീക്ക്? ഈ ആഴ്ച 14 എടുത്തു. 14 എടുത്തോ? ഓക്കെ ഓക്കെ. നമ്മുടെ സ്ട്രാറ്റജി മാത്രമേ എടുക്കാറുള്ളൂ. അപ്പൊ 14 എടുത്തതില് 8 പ്രോഫിറ്റ് ആയിരുന്നു, 6 SL അടിച്ചു. 6 അടിച്ചെന്ന് പറയാൻ പറ്റില്ല, 4 അടിച്ചിട്ടുള്ളൂ. 2 ഞാന് മൊബൈലിൽ നിന്ന് എടുത്തിട്ട് കറക്റ്റ് അനലൈസ് ചെയ്യാണ്ട് എടുത്തിട്ടാണ്. ഓക്കെ. എന്നാലും എത്ര പെർസെന്റേജ് ഉണ്ടാവും? അത് ഈ 14 എടുത്തതിൽ 8 പ്രോഫിറ്റ് ആയിരുന്നു, അപ്പൊ 60%. 60 പ്രോഫിറ്റ് ആണോ പറയണേ? പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഓവറോൾ ക്യാപിറ്റലിൽ എത്ര പെർസെന്റേജ്? 22-23%. 23%. ഷെല്ലി എടുക്കുന്ന ക്വാണ്ടിറ്റി വലുതാണല്ലോ അല്ലെ? ഞാന് ഇപ്പോ മിനിമം ഒരു 1:5 1:3 കിട്ടിയാലേ എടുക്കുള്ളൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. കാണുന്നല്ലോ. ഷെല്ലിയുടെ അനുഭവം ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എനിക്കത് ആവശ്യമുണ്ട്. ഇപ്പോഴല്ല, പുതിയ ആൾക്കാർക്ക് അറിയണം. ഇപ്പോഴല്ല, കുറച്ച് കേട്ടെ. ഇപ്പൊ നമുക്ക് അനാലിസിസ് കഴിഞ്ഞു. പണ്ടത്തോലെ സമയം കിട്ടുന്നില്ല ലൈവിൽ ഇരുന്നിട്ട്. വേറെ പ്രശ്നം, സമയം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അവസാനമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊന്ന് അനുഭവം പറഞ്ഞു കൊടുക്കണം. ഓക്കെ. സിനാൻ, വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. ഞാൻ എന്താ വെച്ചാൽ ഹാൻഡ് റൈസിംഗ് എല്ലാം ഡൗൺ ചെയ്തു, അപ്പൊ ലോ ചെയ്തു. അപ്പൊ വേറെ ആരും കൂടി ഉണ്ടായിരുന്നല്ലോ, ആളുടെ പേര് മറന്നു. വേറെ ആരാ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു? ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറഞ്ഞു. അതിന് സക്സസ് ആയ ആളുകള് വില്യം പറയും. സാർ 90% ട്രേഡ്, എനിക്ക് ഒരു ട്രേഡ് മാത്രമാണ് ഞാൻ ഈ നമ്മുടെ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി അല്ലാതെ എടുത്തത്, കയറി എടുത്തത്. അപ്പൊ അത് ലോസ് ഒന്നു, ബാക്കി ബ്രേക്ക് ഈവൻ ആണ് ഈ പ്രാവശ്യം. ബ്രേക്ക് ഈവൻ ആണ്. അപ്പൊ എത്ര ട്രേഡ് എടുത്തിട്ടുണ്ടായി? എത്ര ലോസ് വന്നു? അത് പറയും. ടോട്ടൽ ഈ വീക്കില് 6 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതില് ഈ പറയണ സ്ട്രാറ്റജി വെച്ചിട്ട് വർക്ക് ചെയ്തായിരുന്നു.
ഏറെക്കുറെ 3 ട്രേഡ് സക്സസ് ആയി, 3 ട്രേഡ് ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആവണല്ലോ. അല്ല, ആ വലിയ ലോസ് ആയിരുന്നു എനിക്ക്. ഞാൻ പറയാം, ഞാൻ ചാടിക്ക് ഒരു ട്രേഡ് എടുത്തെന്ന് പറയില്ലേ, അതുകൊണ്ട് ബ്രേക്ക് ഈവൻ ആയി. അതുകൊണ്ട് ബ്രേക്ക് ഓൺ ആയി. ഓക്കെ, ബ്രേക്ക് ഓൺ തന്നെയാണല്ലോ അല്ലെ. അപ്പോ മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ പറയുന്നത് വെച്ചാൽ ഒരൊറ്റ ട്രേഡ് കൊണ്ടൊക്കെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ലോസ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ സ്ട്രാറ്റജിയിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടാണ്ട് വീഴുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ഉറപ്പാണ്. സ്ട്രാറ്റജിയില് നമ്മുടെ സ്ട്രാറ്റജി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആൾക്കാർ പറയട്ടെ. വലിയ നമുക്ക് അവസാന സെക്ഷനിൽ സംസാരിക്കാം. അടുത്ത ആള് വൈശാഖം പറയൂ. സാർ, ഞാൻ ടോട്ടൽ 8 ട്രേഡ് എടുത്തിട്ടുണ്ടാണ് ഈ വീക്കില്. 2 ബ്രേക്ക് ഈവനും ബാക്കി 5 പ്രോഫിറ്റിലുമാണ്. 5 ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി, 1 ന്യൂസ് ട്രേഡ് ആയിരുന്നു ഞാൻ എടുത്തത്. ഓക്കെ, 5 ട്രേഡ് റൂട്ടിന്റെ എത്ര സക്സസ് ആയി പറയും? ട്രേഡ് റൂട്ട് 5 സക്സസ് ആയിട്ടുണ്ടായിരുന്നു. 1 ഞാൻ ന്യൂസിന്റെ 5 സക്സസ് ആയിരുന്നു, 100% ആയിരുന്നു. അപ്പൊ എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും? ഓൾമോസ്റ്റ് 15%. 15%. ട്രേഡ് റൂട്ടിന്റെ മാത്രമാണോ അതോ മറ്റേ ന്യൂസും കൂടി അടങ്ങുന്നതാണോ? ന്യൂസ് കൂട്ടാതെ. ന്യൂസ് കൂട്ടാതെ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഓക്കെ, അതോടെ ഇരിക്കുന്ന ആളുകളോട് നിർത്തിക്കോ. ഞാനിപ്പോ മറ്റുള്ള ആളുകൾ ഇനിയിപ്പോ ലോസ് ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി മാത്രം എടുത്തിട്ട് ലോസ് സംഭവിച്ച ആളുകൾ ആരൊക്കെയുണ്ട്? കൈബന്ധിച്ചോ, ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മളിപ്പോ അനാലിസിസ് നമ്മൾ പറയില്ലേ, അനീഷ് കെട്ടി, അജയ്, 2 പേരുള്ളൂ. അജയ് ഘോഷ് ഓൾറെഡി പറഞ്ഞു. അപ്പൊ അജയ് ഘോഷ് മനസ്സിലായല്ലോ അത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടതാണ് ശരിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാത്ത ആളുകളുണ്ട് കേട്ടോ, എന്നിട്ടും അവർക്ക് സക്സസ് ആണ്. അപ്പൊ അത് കുറച്ച് സെയിം മിസ്റ്റേക്ക് എനിക്ക് 2 പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. 2 പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ഈ ആഴ്ച ഞാനത് റിക്കവർ ചെയ്തോണ്ട്. ഓക്കെ, ഞാനിത് പറയുന്നതില് ഇപ്പൊ കേൾക്കുന്നതില് എത്ര പേർക്ക് സന്തോഷം തോന്നുന്നുണ്ടത്? 2.5% എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ടാർഗറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷം തോന്നുന്നുണ്ട്? 2.5% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിലി ഏറ്റവും ചെറിയ ടാർഗറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? ഇവിടെ ഇരിക്കുന്ന ആളുകൾ എടുത്ത ട്രേഡ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അവര് പറഞ്ഞു, ഞാൻ അവര് പറയുന്നത് വിശ്വസിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നത് വിശ്വസിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 2.5% എന്ന് വെച്ചാൽ ഒന്നുമല്ല എന്നുള്ളത്. ഞാൻ ഒരു ട്രേഡിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2.5% നമുക്ക് ഒരു ട്രേഡിൽ തന്നെ നമുക്ക് കിട്ടുന്നു. ഇല്ലേ സിനാൻ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞോളൂ. തിരിച്ചു സംഭവിക്കാം. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അതിന് കൃത്യമായ സ്റ്റോപ്പ് ലോസും ഇതും വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കണം, എല്ലാം ട്രേഡ് എടുക്കണം എന്നുള്ളത്. പിന്നെ ഇത് തിരിച്ചു സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ സിനാൻ? ഇതില് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അത് ഇവിടെ നിൽക്കട്ടെ. അതെങ്ങനെ തിരിച്ചു സംഭവിക്കുക എന്നുള്ളത് ഇപ്പോഴല്ല, ഞാൻ അവസാനം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ വേണ്ടിയിട്ടാണ്. അത് അവസാനിപ്പിക്കുന്നതിന് മുന്നേ എങ്ങനെയാന്നുള്ളത് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന 7 പേർക്ക് മാത്രം സന്തോഷമുള്ളൂ നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആവുന്നു എന്നുള്ളത്. 68 പേര് നേരത്തെ പറഞ്ഞാല് അല്ല, ഞാൻ കാര്യമായിട്ടാണോ ചോദിച്ചത്? നിങ്ങൾക്കൊരു നല്ലൊരു സ്ട്രാറ്റജി കയ്യിൽ വന്നിരിക്കല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ല, ഒരു കോൺഫിഡൻസും സന്തോഷവും നിങ്ങൾക്ക് തോന്നുന്ന എത്ര ആളുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം 2.5% ആണ് നമ്മൾ ടാർഗറ്റ് വെച്ചത്. അത് സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം അച്ചീവ് ചെയ്യുന്നത്. 0.01 പോലും അച്ചീവ് ചെയ്ത ആൾക്കാർ എത്ര എടുത്തിട്ടുണ്ട്? ഏകദേശം 8%, 10% 0.01 പോലും എടുത്ത ആൾക്കാർ എടുത്തിട്ടുണ്ട്. 20 പേര് ആക്ച്വലി 21 പേര് പറയുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ച് പറയല്ല, നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ, സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതോ വീണ്ടും ഒരു മാനിപ്പുലേഷൻ ആണ് തോന്നുന്നുണ്ടെങ്കിൽ വിട്ടേക്ക്. അപ്പൊ 20-21 പേർക്ക് സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറയണം അല്ലെ. 60-62 പേരില് 20-21 പേർക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഭൂരിപക്ഷ ആളുകൾക്കും സന്തോഷമില്ല ഒരു സ്ട്രാറ്റജി നമ്മളെ കൈ കിട്ടുന്നത്. ഓക്കെ, പോട്ടെ. ഞാൻ വീണ്ടും പറയാണ്, അടുത്ത ആഴ്ചയിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണോ? എത്ര ശതമാനം വെക്കണം? ഒരാളെന്ന് പറഞ്ഞ, ആരെങ്കിലും ഒന്ന് പറഞ്ഞ നെക്സ്റ്റ് വീക്കിൽ. സാർ 2.5 തന്നെ വെച്ചാൽ മതി. ഞങ്ങളൊക്കെ ഇപ്പൊ ചാർട്ടൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇപ്പൊ ഓരോന്ന് കണ്ടു വരണുള്ളൂ. ആദ്യമൊക്കെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണേ. ഇപ്പൊ ലൈവിലിരിക്കുമ്പോ ലൈവില് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഉണ്ടെന്നുള്ളത്. ഓക്കെ, എന്താ പറഞ്ഞു? 2.5% തന്നെയാണ്. ബാക്കിയുള്ള ആളുകൾ എന്താ പറയുന്നത്? അത് സാറേ 2.5 തന്നെ മതി. നമുക്ക് എനിക്കാണെങ്കിൽ ഇപ്പോഴും കൺഫ്യൂഷൻ കുറെ. അത് ശരിയായി വരുമ്പോഴേ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് 2.5. ബാക്കി ആളുകൾ എന്താ പറയുന്നത്? ഈ ആഴ്ച എന്ത് സ്ട്രാറ്റജി? 2 ആൾ പറഞ്ഞിട്ടുണ്ട് 2.5. ഒരു 3 ആൾ കൂടെയും പറയും. അത്രയധികം ആൾക്കാർ ഇരിക്കുന്നത് 68 പേരില് 62 പേരില് 3 ആൾക്ക് സംസാരിക്കാൻ പറ്റും. എത്ര വയ്ക്കണം? 4% എന്നുള്ള അമല് പറഞ്ഞു. ഓക്കെ, ഇനി ബാക്കി 2 ആളും കൂടി പറയും. 2.5 ബിജോയ് പറഞ്ഞു. പിന്നെ പറയും, ഒരാൾ കൂടി പറയും.
ഭയങ്കര കഷ്ടമാണല്ലോ കേട്ടോ. സാർ എനിക്ക് തോന്നുന്നു ഒരു 5%ലേക്ക് വെക്കാം, എന്നാലും നമ്മുടെ കേപ്പബിലിറ്റി കുറച്ചും കൂടുള്ളൂ. ഇൻക്രീസ് വന്നുണ്ടല്ലോ. 2.5 ഒരു പോയിന്റ് പോലും കൂട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ വില്യം? ഓക്കെ ശരി. നമ്മൾ ഇവിടെ കിടന്ന് ഇത്രയും കാലം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് വായ തുറന്നിട്ട് നാളെ മുതൽ എന്താണ് കൺസിസ്റ്റൻസി പ്രോഫിറ്റ് ഇവിടെ ഉള്ള ഒരാൾക്ക് പോലും, ഇവിടെ എടുത്തു എന്ന് പറയുന്നത് ഒരു 10 പേരോളാണ് പറഞ്ഞത്. ആ 10 പേർക്കല്ലാണ്ട് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് പോലും 2.5 റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ലല്ലോ? ഇവിടെയുള്ള സക്സസ് ആയ ആളുകളെ കണ്ടിട്ടല്ല, ബഹുഭൂരിപക്ഷം ആളുകൾക്കും 2.5ലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ബഹുഭൂരിപക്ഷം ആളുകൾ എന്നെത്തുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ലൈവില് 69 പേര്, 60ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 63 പേര്, 63ൽ നിന്ന് തേർഡ് 3 ഡിവൈഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 പേര്, മിനിമം 40 പേരെങ്കിലും 2.5ലേക്ക് എത്തിയാൽ, വീക്കിലി 2.5ലേക്ക് എത്തിയാൽ മാത്രമേ, അതും നമ്മുടെ സ്ട്രാറ്റജി വെച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് ടാർഗറ്റ് ഇൻക്രീസ് ചെയ്യുള്ളൂ. മനസ്സിലായി സാർ. എന്താന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ വളരെ ചുരുങ്ങിയ ആളുകളുടെ, മൈനോറിറ്റിയുടെ സക്സസ് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് അതും നമ്മൾ വിശ്വസിച്ചു തുടങ്ങണം. ഇപ്പൊ ആദ്യത്തെ എന്താണ്, ഇത് ചിലപ്പോൾ ഒരു ഫ്ലൂക്ക് പോലെയൊക്കെ തോന്നാം. ഫ്ലൂക്ക് അല്ല, ആക്ച്വലി ഉണ്ടോന്നും അറിയില്ല, പക്ഷെ എന്നാലും ഫ്ലൂക്ക് പോലെയൊക്കെ തോന്നാം കുറെ ആളുകൾക്ക്. അത് ഫ്ലൂക്ക് അല്ല എന്നും അത് കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്ത് എടുക്കേണ്ടതെന്നും മനസ്സിലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൺസിസ്റ്റൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാവുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറ്റുള്ളൂ. മനസ്സിലായോ? വലിയ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. ഓക്കെ, മനസ്സിലായി. നിങ്ങൾ ചാഞ്ചാട്ടം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. സത്യമായിട്ടും ചാഞ്ചാട്ടം അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. കാരണം സക്സസ്, നിങ്ങളുടെ മണിയുടെ മുകളിലുള്ള കൺട്രോൾ ലൂസ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സക്സസ് കയറുമ്പോൾ കൺട്രോൾ ലൂസ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. 2.5 തന്നെയായിരിക്കും നമ്മുടെ ഇത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ്, എന്നൊക്കെയാണ്, 3 മാസമാണ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 3 മാസത്തിന്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ? 3 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ട്. അടുത്തത് വീക്ക്ലി അനാലിസിസിൽ ഞാൻ നടക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ആഴ്ച ഗ്രൂപ്പിലിട്ട അനാലിസിസ് ആണ്. ഈ വീക്കിൽ നമ്മൾ ഗ്രൂപ്പിലിട്ടത് എന്തായിരുന്നു, എങ്ങനെയായിരിക്കും, സക്സസ് ആയിരുന്നു, ഫെയിലിയർ ആയിരുന്നു, നമുക്ക് ലോസ് ആയിരുന്നു, പ്രോഫിറ്റ് ആയിരുന്നു, എന്തായിരുന്നു ഒന്ന് ഉദ്ദേശിച്ച് ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ആരോ നമ്മുടെ ഒരു -300 ഉണ്ടല്ലോ, അങ്ങനെയാണ് എന്റെ ഓർമ്മ. ലോസ് ആയിരുന്നു നമുക്ക് ഈ ആഴ്ച. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആഴ്ച നമ്മൾ ഗ്രൂപ്പിലിട്ടത് ആക്ച്വലി ലോസ് ആയിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാ ആഴ്ചയും പറയാറുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. നിങ്ങൾ ട്രേഡ് എടുത്ത് പോവാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഞാനിട്ട റിസൾട്ട് നിങ്ങൾ കണ്ടോ? അവിടെ ഒരു ബ്ലൂ ഇതില് നല്ല വ്യക്തമായിട്ട് കാണുന്നില്ലേ? കാണുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച 2 ദിവസം ട്രേഡ് എടുത്തിട്ടുള്ളൂ. ആദ്യ ദിവസം എന്തായിരുന്നു, ആദ്യ ദിവസം കീർത്തിക്ക് 2 സിഗ്നൽ ഇട്ടുണ്ടായിരുന്നു. കീർത്തിക്ക് 2 സിഗ്നൽ ഇട്ടതിൽ ഒന്ന് ഫെയിലിയർ ആയിരുന്നു, ഒന്ന് സക്സസ് ആയിരുന്നു. ആ സക്സസ് ചെയ്തതിലാണ് $200 സക്സസ് എന്നുള്ള എഴുതിയത്. പിറ്റേ ദിവസം എന്തായിരുന്നു, പിറ്റേ ദിവസം നമ്മൾ ട്രേഡ് എടുത്തില്ല, കൺസൾട്ടേഷൻ ഡേ ആയിരുന്നു. ഓർക്കുന്നുണ്ട് എല്ലാവരും? പിറ്റേ ദിവസം, അതായത് 3-ാം തീയതി ഞാൻ ട്രേഡ് എടുത്തു. ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്റെ ട്രേഡ് ആയിരുന്നു അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു, $300 നമുക്ക് ലോസ് വന്നു. ഇന്നലെയും ഇന്നും ട്രേഡ് എടുത്തിട്ടില്ല. ആക്ച്വലി ഇന്നലെയും ഇന്നും എന്താണ്, ട്രെൻഡിങ് ഡേ ആണ്, എന്നിട്ടും ട്രേഡ് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ പറഞ്ഞ അതേ റീസൺ തന്നെയാണ്, ഒരു കൺഫ്യൂഷന്റെ മുകളിലാണ് നിന്നിരുന്നത്. ഒരു വലിയ ട്രേഡിലേക്ക് ഞാൻ പല സമയത്തും ട്രൈ ചെയ്തിരുന്നു, പക്ഷെ വലിയ ട്രേഡ് എടുക്കുന്ന സമയത്തും എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. കാരണം മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഏരിയ എന്തായിരുന്നു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. 1-2 ഏരിയകൾ അടുത്തടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും തിരിച്ചിറങ്ങാം, അല്ലെങ്കിൽ തിരിച്ച് റിയാക്ഷൻ കിട്ടാം, വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് പോകുന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവിലായിരുന്നു. എന്തുകൊണ്ട് ബൈ ഞാൻ നോക്കാതിരുന്നത്, കാരണം എന്ന് വെച്ചാൽ സെല്ലിന് സാധ്യതയുള്ള ഏരിയ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലത്തെ പറഞ്ഞ അതേ റീസൺ തന്നെ ഇന്നും പറഞ്ഞത്. എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് -100 ലോസ് ആണ്. ഇത് വലിയൊരു ലോസ് ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല സാറേ, അതിത് ഞങ്ങളെ വരുന്ന ലോസുകൾ സാധാരണ സാറിന്റെ ഒറ്റ ട്രേഡിൽ തന്നെ റിക്കവർ ആയി പോവാറുണ്ടായിരുന്നു. സാധാരണ അങ്ങനെയാണ് എല്ലാ ആഴ്ചയിലും പതിവ്. ഇപ്രാവശ്യം ഇട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ചെറിയ എന്താ പറയാ, ഒരു പോരായ്മയായിട്ട് തോന്നുന്നു. ഈ ആഴ്ചത്തെ ട്രേഡ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെന്റലി ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ പിന്നെ പരിപാടിക്ക് പോകാതിരിക്കുക. മെന്റലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പരിപാടിക്ക് പോകാതിരിക്കണം എന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ ട്രെൻഡിങ് മാർക്കറ്റ് ആയിട്ട് പോലും ലാസ്റ്റ് ഇന്നലെയും ഞാൻ എന്താണ് ട്രേഡ് ഇടാതിരുന്നത്. ഇന്നലെ അല്ല കേട്ടോ, മിനിഞ്ഞാന്ന് 3-ാം തീയതി 5-ാം തീയതി 3-ാം തീയതി എന്ന് വെച്ചാൽ ട്രേഡ് ഇട്ടിരുന്നു. ഞാൻ സ്റ്റോപ്പ് ലോസ് അടിച്ച സമയത്ത് പിന്നെ എന്താണ് ഞാൻ ഒഴിവാക്കി, പിന്നെ എന്റെ സെറ്റപ്പിലേക്ക് വന്നു. ഇന്നലെ ട്രെൻഡിങ് ഡേ അല്ലായിരുന്നു, ഇന്നലെ എന്തായിരുന്നു, കൺസോൾട്ടേഷൻ ഡേ ആയിരുന്നു. ഇന്ന് ട്രെൻഡിങ് ഡേ ആയിരുന്നു, പക്ഷെ എന്താണ് ട്രേഡ് എടുക്കാതിരുന്ന അതാണ്. എനിവേ
ഇവിടെ ഇരിക്കുന്ന പുതിയ ആളുകൾക്ക് ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എന്റെ ഒരു ട്രേഡിൽ ഭയങ്കരമായിട്ട് റിക്കവറി നടക്കാറുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അവർക്കൊന്നും ഫീൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്റെ ട്രേഡ് ഒരെണ്ണം അവർ കണ്ടിട്ടുള്ളൂ, പക്ഷെ അതൊന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ്. നമുക്ക് നല്ല ട്രേഡുകൾ വരും, നമ്മൾ നല്ല ട്രേഡ് വരുന്ന സമയത്ത് നമ്മൾ എടുക്കും. എനിക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ PNL നിങ്ങൾ സ്വയമായിട്ട് ട്രേഡ് ചെയ്ത് എന്തുണ്ടാക്കലാണ്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യലാണ്. ആ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എന്തുണ്ടായിരിക്കണം, നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ചിട്ട് ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് എന്നും പറയുന്നത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നു, ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ട്രേഡ് തരുന്നു. ആ ട്രേഡുകൾ ഞാൻ തരുന്ന ട്രേഡ് അല്ലെങ്കിൽ കീർത്തിക്ക് തരുന്ന, ജിയാസ് തരുന്ന ട്രേഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ട്രേഡ്, എടുത്തതിന് ശേഷം നിങ്ങൾ ഇടുന്ന ട്രേഡുകൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് ഉപയോഗിച്ച് നമ്മൾ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ എന്ത് ചെയ്യുന്നു, അനാലിസിസ് ചെയ്യും. മനസ്സിലാവുമെന്ന് തോന്നുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ വീക്ക്ലി അനാലിസിസ് നമുക്കിത് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അതിനു മുന്നേ ഗ്രൂപ്പിലിട്ട കുറച്ച് ട്രേഡുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ച കാര്യം ഒന്ന് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിലിട്ട ട്രേഡുകൾ എന്ത് ചെയ്യാം, പിക്ക് ചെയ്യാം. റാൻഡംലേ പിക്ക് ചെയ്യുള്ളൂ, എല്ലാവർക്കും പിക്ക് ചെയ്യില്ല കേട്ടോ. ഈ ഗ്രൂപ്പിൽ ഞാനിട്ട ട്രേഡ് അല്ല, ആക്ച്വലി ഇതൊക്കെ എന്താണ്, നിങ്ങൾ വരച്ചിട്ട ട്രേഡുകളാണ്. ഞാനതിൽ സക്സസും ഫെയിലിയറും ഉണ്ട്. ഞാനത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, റാൻഡംലി പിക്ക് ചെയ്യുള്ളൂ. ഇതാരട്ടത്, ശ്രീരാഗ, ഋഷികേഷ് ഉണ്ട് ഇവിടെ, ഋഷികേഷ് ഉണ്ട്. ഋഷികേഷ് ഇത് പെർഫെക്റ്റ് എൻട്രിയാണ്. ഞാൻ പറഞ്ഞു തന്നെ, എനിക്ക് എങ്ങനെ നിങ്ങൾ ഋഷികേഷിന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ ഋഷികേഷിനോട് ചോദിച്ചത്, സ്ട്രാറ്റജി എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. പെർഫെക്റ്റ് എൻട്രിയാണ്. എന്താ പറഞ്ഞ, സാർ എന്നെ പഠിപ്പിച്ചെന്ന് ഒരു ക്ലാസ്സിൽ ഋഷികേഷ് ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു സാർ. ഞാൻ ജോയിൻ ചെയ്ത് 17-നായിരുന്നു. 17 ഇതിന് മുന്നത്തെ ഇതായിരുന്നു അല്ലെ? ഓക്കെ. ഞാനിപ്പോ ലാസ്റ്റ് ബാച്ചിലാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ പെർഫെക്റ്റ് എൻട്രി ആണ്. അതിലൊരു കാര്യം ചെയ്തിട്ട് ശേഷം ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണ് ഒഴിവാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, TP കുറച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. ഫൈൻ, കുഴപ്പമുള്ള കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ വന്നിട്ട് തിരിച്ചിറങ്ങണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് ഇറക്കി വെക്കുന്നതുകൊണ്ട് TP കുഴപ്പമില്ല. ബാക്കിയുള്ള ഇതിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നല്ലോ അല്ലേ? കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ചെയ്തിട്ടുണ്ട്. 3 സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 3 സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സപ്പോർട്ട് ഏരിയ എക്സ്ട്രീം ലെവൽ, ആ ഒരു സിംഗിന്റെ എക്സ്ട്രീം ലെവലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മിഡിൽ ലെവലിൽ വന്നിരിക്കുന്ന ഒരു സിംഗിന്റെ സപ്പോർട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഋഷികേഷനെ നോക്കിയാൽ കാണാം. കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത്. കണ്ടല്ലോ, ഫൈനാണ്. എല്ലാവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മാറ്റണം, അതിൽ BOS എന്ന് പറഞ്ഞ കാര്യം മാറ്റിയിട്ട് സിംഗ് ഹൈ നാക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? പ്രൈസ് ആക്ഷനിൽ കൂടെ പോവാം നമുക്ക്, എന്നിട്ട് മറ്റൊരു കൺസെപ്റ്റ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ? അത് മാറ്റണം. BOS എന്ന് പറഞ്ഞതിൽ സിംഗ് ഹൈ, നിങ്ങൾ കാണുന്ന BOS അല്ല. BOS എന്നുള്ള ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന സ്ട്രക്ചർ അല്ല, പലതവണ ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മാറ്റിയിട്ട് സിംഗ് ഹൈ നോട്ട് ചെയ്യാം കേട്ടോ. ഇത് എടുത്തിരിക്കുന്നത് എത്ര, 1 മിനിറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അനാലിസിസ് ഇതിലായിരുന്നു, 1 മിനിറ്റിൽ തന്നെ ആയിരുന്നോ, 3 മിനിറ്റിൽ തന്നെ ആയിരുന്നോ അതോ 5 മിനിറ്റ്സിലായിരുന്നു ട്രെൻഡ് ലൈൻ വരച്ചത്, എന്നിട്ട് 1 മിനിറ്റ്. വെരി ഗുഡ്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ കാട്ടില്ലേ TP ഇതൊന്നും ഇത്ര വലിയ ബുദ്ധിമുട്ടല്ലാന്ന് മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് 2357 430 നിന്ന് 2389 996 എത്തി അല്ല, 2360 695 എത്തിയിട്ടുണ്ട് ഇല്ലേ? ഏകദേശം 3.60 കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലായല്ലോ. ഇത് ഇനിയും ഇപ്പൊ മനസ്സിലാക്കി വെച്ചത് കൊണ്ട് ഞാൻ പറയാം, ഇനിയും കുറച്ചുകൂടി പെട്ടെന്ന് രജിസ്ട്രേഷൻ ഇത്തിരി പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുക, ഇതുപോലെ തന്നെ ചെയ്യുക, പോസിറ്റീവായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ലൊരു അപ്രീസിയേഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി എല്ലാവരും നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കണം. പ്രത്യേകിച്ച് പുതിയ ആളാണ്. കാരണം എന്ന് വെച്ചാൽ ജോയിൻ ചെയ്തിട്ട് 15 ദിവസത്തോളം ആയിട്ടുള്ളൂ. വരച്ചിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ്, എല്ലാം ക്ലിയർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കണം കേട്ടോ. താങ്ക് യു സാർ. ആരത്, ലിജിൻ അല്ലേ? ലിജിൻ ആക്ച്വലി ഈ ട്രേഡിന് എന്താ സംഭവിച്ചെന്നുള്ള അറിയോ? ഇല്ല സാർ, പാറ്റേൺ കണ്ടപ്പോ ഞാൻ എടുത്തിരുന്നോ ട്രേഡ്? ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാ, സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. ഇതില് ഒന്നാമത് കൺസെപ്റ്റ് തന്നെ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരമല്ല ലിജിൻ തേർഡ് പോയിന്റ് പിക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാതെ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരമല്ല തേർഡ് പോയിന്റ് പിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിജിൻ പിക്ക് ചെയ്തിരിക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിന്റെ, ലിജിന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ പറയാം. ഇതിന്റെ ട്രെൻഡ് ലൈൻ എന്നുള്ളത് ഹയർ ടൈം ഫ്രെയിമിൽ ക്രിയേറ്റ് ചെയ്ത ട്രെൻഡ് ലൈനാണ്. പക്ഷെ അത് 1 മിനിറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈനാണ്. പറഞ്ഞു മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്? ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുക. ഇത് പോയിട്ട് ഇപ്പോൾ വരച്ചിരിക്കുന്നത് 1 മിനിറ്റിലാണ്. ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുക, അത് ക്ലിയർ ആയിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സെക്കൻഡ് പോയിന്റ് ആണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? സെക്കൻഡ് ആണ് വരുന്നത്. ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിലോട്ടുള്ള സെക്കൻഡ് ആണ് വരുന്നത്. എൻട്രി ലെവല് കുറച്ചുകൂടി മുകളിലാണ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് എന്താണ് കുറച്ചുകൂടി ഇപ്പോ ഈ നെക്സ്റ്റ് ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ടില്ലേ,
അതിന്റെ താഴെയാണ് വരിക. സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നോക്കി അറിയാം എന്താണ് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോയിട്ടുണ്ടോ ഉണ്ട് സാറേ. നോക്കണം. അപ്പൊ സ്റ്റഡി പർപ്പസ് എന്ന് പറഞ്ഞിട്ട് വെറുതെ വരച്ചിടരുത്. അപ്പോ ലിജിന് ക്ലാസ് കിട്ടിയതല്ലേ ലിജിന് ആ കിട്ടുന്നു. കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. ലിജിൻ സ്ട്രക്ചർ ചേഞ്ച് ആദ്യം മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചർ ചേഞ്ച് മാർക്ക് ചെയ്യുന്നതിനേക്കാൾ മുന്നാണ് ലിജിൻ അത് വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് എടുത്തു സ്ട്രക്ചർ ചേഞ്ച് എടുത്തിട്ട് അവിടുന്ന് എടുത്തു എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ടാർഗറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടാർഗറ്റ് വെക്കുന്ന ഏരിയയിലല്ല ലിജിൻ വെച്ചിരിക്കുന്നത്, ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത് അല്ലെ? അറിയില്ല, അത് മനസ്സിലായിട്ടില്ല. ലിജിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത്. ഓക്കെ ഒരു ഐഡിയ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി അടുത്ത ആളുടെ പിക്ക് ചെയ്യാണ്. ഇതിന് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയാത്തത് ഇതിന് നല്ല കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയാത്തത്. അടുത്ത് ഇനി ആളുകളുള്ളത് ശ്രീരാഗ് ഉണ്ടോ അവിടെ? ശ്രീരാഗ് ഇതിന് എന്തെങ്കിലും കമന്റ് ഇട്ടിരുന്നോ? ഇതിനാണോ കമന്റ് ഇട്ടിരുന്നത്? ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനാണോ ചെയ്തിരുന്നത്? അല്ലല്ല, സജഷൻ ഇട്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ? അല്ല, ഇത് സക്സസ്ഫുൾ ട്രേഡ് ആയിരുന്നു ശ്രീരാഗ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. സ്റ്റോപ്പ് ലോസ് ഇറക്കിയല്ല, കറക്റ്റ് ആയിട്ട് വെച്ചിട്ടില്ല സ്റ്റോപ്പ് ലോസ്. ഇത് ഇവിടുന്നാണ് കയറിപ്പോയത്, കറക്റ്റ് ഇവിടുന്നാണ് കയറിപ്പോയത്. ഞാനത് മാർക്കറ്റിൽ ഉണ്ടപ്പോ ഞാൻ ട്രേഡ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ളതിന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്തുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താണെന്നുള്ളത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇത്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് അല്ലെ? ഈ ക്യാൻഡിൽ വന്ന് ഇതിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഈ ക്യാൻഡിൽ വന്ന് ഇതിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അതിൽ സപ്പോർട്ട് ഏരിയ വരച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല. ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അവിടെ പറ്റിയിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സപ്പോർട്ട് വരച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല. ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. ഐ മീൻ പുൾ ബാക്ക് അല്ല, റീട്രേസ്മെന്റ് ആയിരുന്നു. ഒരു റീട്രേസ്മെന്റ് ലെഗ് ആയിരുന്നു. ആ റീട്രേസ്മെന്റ് ലെഗ് ഇവിടെ വന്നിട്ട് കറക്റ്റ് ഈ ഏരിയയിൽ കറക്റ്റ് നിന്നാണ് ഞാനപ്പോ മാർക്കറ്റിലുണ്ടായി. കറക്റ്റ് ഇവിടുന്ന് എടുത്തു പോയി. ഇത് എന്തുകൊണ്ട് എടുത്തു പോയി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ശരിയാകെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ മുകളിൽ ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഇത്തിരി എന്ന് വെച്ചാൽ വലിയ സ്ട്രോങ് അല്ല, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ടാണ് താഴത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് എടുത്തുകൊണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അത് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞിട്ടില്ല. നമുക്കത് ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് വരുന്നുണ്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ക്ലാസ് വരുന്നുണ്ട്.